ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്പോസർ ആരാ? ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇപ്പോഴുള്ള എല്ലാ കമ്പോസേഴ്സിനും ഇഷ്ടമാണ്. പഴയ കമ്പോസേഴ്സ് അത് ഡെഫിനറ്റ്ലി എൻ്റെ ഇൻസ്പിറേഷൻ എ റഹ്മാൻ സാറാണ്. എ റഹ്മാൻ സാറ്, ഇളയരാജ സാറ്, വിദ്യാസാഗർ മാഷ്, ഔസേപ്പച്ചൻ സാറ്. ഔസേപ്പച്ചൻ സാറിനൊക്കെ ഞാൻ എല്ലാ ആഴ്ച ഇടയ്ക്കൊന്ന് മെസ്സേജ് അയക്കും, സാറേ ഓക്കെ അല്ലേ, സുഖമല്ലേ. അതുപോലെ എം ജയേന്ദ്രൻ സാറ്. ഈ ഔസേപ്പച്ചൻ സാറിന് ശേഷം ഇവിടെ നിന്ന് ഹിന്ദിയിൽ പോയി ഒരു പാട്ട് ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ടല്ലോ, ആ പാട്ടെന്ന് പറയുന്നത് ख्वाबों में जो बसा दो शहर मिल गया, ख्वाबों में जो बसा दो शहर मिल गया, आसमां आसमां दिल मेरा आसमां उड़ चला अब तेरे साथ में. ലാംഗ്വേജ് ഒരു പ്രതിസന്ധിയാണ്. ഈ ലിറിക്സിനനുസരിച്ച് അല്ലെങ്കിൽ ട്യൂണിനനുസരിച്ച് എന്നുള്ള രീതിയിൽ വരുമ്പം അർത്ഥം അതിൻ്റെ അത് വലിയ വരികളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തെലുഗു ഭാഷയിൽ ഞാൻ വളരെ സജീവമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, തെലുഗു അല്ലാത്ത നോൺ തെലുഗു മ്യൂസിക് കമ്പോസേഴ്സ് കമ്പോസ് ചെയ്യുമ്പം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇസ് വിത്ത് ദ ലിറിക്സ്. ആക്ച്വലി കമ്പോസിങ് സിമ്പിൾ ആയിരിക്കും, പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ലിറിക്ക് എന്ത് തരം ലിറിക്സ് ആണ് ആ ട്യൂണിൽ വരുന്നത് എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഘടകം ഇരിക്കുന്നത്. അവിടെയാണ് തമൻ അല്ലെങ്കിൽ DSP അല്ലെങ്കിൽ അവിടെയുള്ള കീരവാണി സാറ്, അവിടെയുള്ളവരുടെ മ്യൂസിക്കിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കാനുള്ള റീസൺ അതാണ്. മ്യൂസിക്കിൻ്റെ മെലഡി ആവില്ല. അവിടെയാണ് ഇപ്പം ഞാൻ ആരാധ്യ ഖുഷി എന്ന് പറയുന്ന സിനിമയില് മനസാര ചെലിത്താര నా గుండెలి మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే ఆరాధ్య నారాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య. ഈ ആരാധ്യ എന്ന് പറഞ്ഞ വാക്ക് ഡിസൈഡ് ചെയ്ത നമ്മളാ. ഞാനാണത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആരാധ്യ എന്ന് പറയും. വൈ? ബിക്കോസ് അതിന് പോപ്പുലർ അപ്പീലുണ്ട്. ഒരു തെലുഗു ഭാഷ സംസാരിക്കാൻ അറിയാത്ത ഒരു ലിസണർ കേട്ടാൽ പോലും ആ സോങ് അട്രാക്റ്റഡ്. അവിടെയാണ് നമ്മുടെ കമ്പോസിംഗ് ഡയറക്ടറിന്റെ ഒരു കമ്പാനിയൻഷിപ്പ്, അവിടെയാണ് സക്സസ്ഫുൾ ആവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.